യെസ്, ഇന്നത്തെ പരിപാടി ഹണി സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. 100% ഓർഗാനിക് ആയിട്ടുള്ള ആയുർവേദിക് ഹണി സോപ്പാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് സോപ്പിന്റെ ബേസ്. അപ്പോൾ ആദ്യത്തെ മഞ്ഞളും ഗ്ലിസറിനും കൂടിയതാണ്. ഇപ്പോൾ ഗ്ലിസറിൻ സോപ്പുകളാണ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ സൾഫൈഡ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ്. മൂന്നാമത് ചാർക്കോള് ആഡ് ചെയ്തിട്ടുള്ള ബേസ് ആണ്. നാലാമത് അതിൽ സൾഫൈഡ് ഫ്രീ അല്ല. ഈ ബേസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ബേസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സെയിലിന് തരുന്നതാണ്. അങ്ങനെ സൾഫൈഡ് ഫ്രീ ആയിട്ടുള്ള കുറച്ച് ബേസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 700 ഗ്രാമെങ്കിലും നമുക്ക് വേണം. എന്നിട്ട് നമ്മൾ അങ്ങനെ കുനുകുനാന്ന് പറഞ്ഞ് നമ്മൾ അരിയാണ് ഒരു പാത്രത്തിലിട്ടിട്ട് കുനുകുനാന്ന് പറഞ്ഞിട്ട് അരിയാണ്. അരിയുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. നിങ്ങൾക്ക് കണ്ടാലറിയാം. അങ്ങനെ എല്ലാം നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ബീ വാക്സ് ചേർക്കേണ്ട പരിപാടി. ബീ വാക്സ് എടുക്കുക. ഈ ബീ വാക്സ് അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കത്തി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം അരിയാനായിട്ട്. എല്ലാവർക്കും അറിയാം ബീ വാക്സ് നല്ല കട്ടിയുള്ളതാണെന്ന്. ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ അരിയാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് വേണം അരിയാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ചൂടാക്കുക. ഈ ബീ വാക്സും നമ്മുടെ സോപ്പിൻ്റെ ബേസും കൂടിയിട്ടുള്ളത് ചൂടാക്കുക. അപ്പോൾ ഇതൊന്ന് ഏതുവരെ ചൂടാക്കണം എന്ന് വെച്ചാൽ ഇത് മെൽറ്റ് ആവണ വരെ ചൂടാക്കണം. ഇതാ അപ്പോൾ കുറച്ച് ദിവസം മെൽറ്റായിട്ട് വരുന്നുണ്ട്. അവന് എന്ത് ചെയ്യുക, ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അടി പിടിക്കാൻ പാടില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കാൻ വേണ്ടി പറയുന്നത്. ഇനി നമ്മളെ തേൻ ആഡ് ചെയ്യുക. ശുദ്ധമായിട്ടുള്ള നമ്മുടെ തേൻ. ഹണി വേൾഡിൻ്റെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആവും. നമ്മളെ തേൻ ഇതേ നമ്മൾ അളന്നെടുക്കുകയാണ്. ഏകദേശം ഒരു 50 ഗ്രാം തേൻ നമ്മൾ അളന്നെടുക്കുകയാണ്. അപ്പോൾ ശുദ്ധമായിട്ടുള്ള തേൻ വേണം യൂസ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മുടെ ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തേൻ ഒഴിച്ചു കഴിഞ്ഞാൽ ചറപറാന്ന് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. എന്നാലേ എല്ലാം സെറ്റായിട്ട് നിൽക്കുകയുള്ളൂ. എന്നിട്ട് വീണ്ടും നമ്മൾ അതിലേക്ക് ഫ്രാഗ്രൻസ്, സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫ്രാഗ്രൻസ് അതിൽ ആഡ് ചെയ്യണം. അപ്പോൾ എന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത സൊല്യൂഷൻ വേറൊരു മഗ്ഗിലേക്ക്, അളവുള്ള ഒരു മഗ്ഗിലേക്ക് പാർന്നൊഴിക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ മോൾഡിലേക്ക് ഒഴിക്കുന്നതിന് എളുപ്പം വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ മോൾഡൊക്കെ ഇത് സെറ്റാണ്. അപ്പോൾ സെറ്റാക്കിയിരിക്കുന്ന ആ മോൾഡിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഏറ്റവും നല്ലത് സെൻറ്ററിൽ നിന്ന് ഒഴിച്ച് തുടങ്ങുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു തലക്കന്ന് ഇങ്ങനെ തുടങ്ങിയാണ് പോകുന്നത്. ഇപ്പോൾ രണ്ടാമത്തേൽ ഇത് ഒഴിച്ചു. ഈ മോൾഡ് നമുക്ക് ആമസോണിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് നമ്മൾ തേനീച്ചയുടെ ആ ഒരു ഷേപ്പുള്ള മോൾഡാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഫുള്ള് തേൻ ബേസ്ഡ് ആയിട്ടുള്ള സോപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു മോൾഡ് ഞാൻ മേടിച്ചത്. അങ്ങനെ 6 എണ്ണത്തിൽ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 3-4 മണിക്കൂർ. 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് കട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് മോൾഡിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം തേനീച്ചയുടെ ആ ഒരു ഷേപ്പ് പടം, അതേപോലെ തന്നെ സൂര്യകാന്തി പൂ, അങ്ങനത്തെ മോൾഡാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇനി അടുത്ത സോപ്പ് എടുക്കാൻ വേണ്ടി പോവാണ്. അടുത്ത സോപ്പിലും അതേപോലെ തന്നെയാണ് ഹെക്സഗൺ ഷേപ്പും 2 തേനീച്ച ഉണ്ട്. അപ്പോൾ അങ്ങനെ തേൻ ബേസ്ഡ് ആയതുകൊണ്ട് ആണ് ഇങ്ങനത്തെ ഒരു മോൾഡ് ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ അടുത്ത സോപ്പ് എടുക്കുകയാണ്. ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ അത് കട്ടായിട്ട് കിട്ടുള്ളൂ. അപ്പം ഇനി ലാസ്റ്റുള്ള ഉണ്ടാക്കിയ സോപ്പും അതിനും വേറൊരു ഷേപ്പ്, ഒരു ഡിസൈനാണുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ സോപ്പ് നിർമ്മിക്കേണ്ടത്. ബീ വാക്സും തേനും ചേർത്ത് ഉണ്ടാക്കിയ ഒരു സോപ്പാണ്. ഇപ്പോൾ ഇതിൽ SLS ഫ്രീ ആണ്, 100% ഓർഗാനിക് ആണ്. സോപ്പിന്റെ ബേസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ബേസ് ആർക്കെങ്കിലും വേണമെങ്കിൽ അല്ലെങ്കിൽ സോപ്പോ എന്തെങ്കിലും ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ പല ബേസ് ഉപയോഗിച്ചിട്ട് നമുക്ക്
പല സോപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഗ്ലിസറിൻ ബേസ് ആയിട്ടുള്ള സോപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേസോ അല്ലെങ്കിൽ സോപ്പോ ഹണി സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ടും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.